ഓഹോ, താൻ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണല്ലേ? അകത്ത് നിന്ന് പഠിച്ച വിദ്യയിൽ റാഗിങ്ങും പെടുമല്ലോ. അത് പുറത്തുനിന്ന് പരീക്ഷിച്ച് നോക്കിയതാവും. താൻ മെഡിസിൻ ആണോ? അല്ല, ആർട്സ് കോളേജില്. ആർട്സും സയൻസും. എടോ, രണ്ടിനെ പിടിച്ചാത്തുള്ള. അയ്യോ, എന്തിനാ? ഞങ്ങളൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. ബാബു, നീ സാറിനെ ദേഷ്യം പിടിപ്പിക്കാതെ. സാറേ, ഞാനുള്ള കാര്യം പറയാം കേട്ടോ. അയ്യോ, ഈ പെണ്ണിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണമെന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ യാതൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല സാറേ. വഴിയെ പോകുന്നവരെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം? അതൊരു സോഷ്യൽ സർവീസ് അല്ലേ സാറേ? ശരീരത്തിലെ അഴുക്ക് കഴുകി കളഞ്ഞില്ലെങ്കിൽ രോഗം വരും, രോഗം പകരും, അത് പിന്നെ പകർച്ചവ്യാധിയാകും. ഐ മീൻ എപ്പിഡെമിക്. സ്റ്റുഡൻസ് ആണെന്ന് കരുതി ഇന്ന് തോന്നിവാസവും കാണിക്കാമെന്ന് ധരിക്കരുത്. എവിടെയാണ് നിങ്ങളുടെ വീട്? ആരാ നിങ്ങളുടെ രക്ഷിതാക്കൾ? വിലാസം പറയൂ. അയ്യോ സാർ, അത് മാത്രം ചോദിക്കരുത്. സാറ് ഞങ്ങൾ ജയിലിലടക്കേ, മർദ്ദിക്കേ, ലോക്കപ്പിലിടുകയോ എന്ത് വേണേ ചെയ്തു. പക്ഷെ വീട്ടുകാരെ മാത്രം അറിയിക്കും. സാറിന് കഴിയുമെങ്കിലും ഒരു ഉപകാരം ചെയ്യണം. അഡ്വക്കേറ്റ് അടൂർ ഭാസ്കരൻ നായരെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ. അടൂർ ഭാസ്കരൻ നായരോ? അദ്ദേഹം ഒന്നുമില്ലാരാ? പ്രായവും ബുദ്ധിയും കൂടി വരുന്നതോളും നിങ്ങളുടെ തോന്നിയാസം കൂടി വരികയാണ്. അങ്കിൾ, ഞങ്ങൾ എന്താ നിങ്ങൾ ധരിച്ചത്? ഇവര് പ്രചരിക്കപ്പെട്ടവണെന്ന് കരുതിയോ? പട്ടാപ്പകൽ അന്യദേശക്കാരിയെ അത് നട റോഡിൽ വെച്ച് പിടിച്ചോണ്ട് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അവൾ പരാതി പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടന്ന് അഴി എണ്ണേണ്ടി വന്നേനെ. എന്താണ് ഛർദിക്കണം? ഡ്രൈവർ വണ്ടി ഒന്ന് നിർത്തും. ബാബുവിന് ഛർദിക്കണം. അങ്ങനെ പോയി ഛർദിക്കണമെന്ന്. അയ്യോ, വണ്ടി നിർത്തും. ഞാൻ മരിക്കാൻ പോവാ. ബാബു, എന്താ ബാബു? പറയുന്നേക്ക് ബാബു. അങ്കിൾ വന്ന് പിടിക്കുമെങ്കിൽ. അയ്യോ, എടുത്ത് ചാടിയ ചാടി ഇവര് സ്വിമ്മിങ് അറിയത്തില്ല. ബാബു പറയുന്നേക്ക് ബാബു. അറിയത്തില്ല ബാബു. അങ്കിൾ പറയും. അങ്കിൾ, ഈ കാര്യം വീട്ടിൽ പറയത്തില്ലെന്ന് ഇവനോട് വാക്ക് പറയൂ, അല്ലെങ്കിൽ ഇവൻ ചാടി ചാവും. മക്കളെ, ഇതാണ് എന്നോട് വേണ്ട. അങ്കിൾ, ഇക്കാര്യം ആരോടും പറയത്തില്ലെന്നൊരു വാക്ക് പറയാതെ ഞങ്ങൾ ഈ വക്കീൽ പാലങ്ങൾ വിടത്തില്ല. അല്ല, നിങ്ങളെങ്ങനെ ഒരുമിച്ച്? വഴിന്നാ രണ്ടിനെയും പിടിച്ചു കയറ്റിയത്. ജീപ്പ് പഞ്ചറായിപ്പ്. ഞാൻ വഴി വരികയായിരുന്നു. സുമതി, മമ്മി, അടി കിട്ടണ രണ്ടിനും. ഞങ്ങൾ ഇതുവരെ പട്ടിണി ഇരുത്തിയതിന്. വരും, വല്ലതും കഴിക്കാം. അയ്യോ, എനിക്കൊന്ന് കുളിക്കണം. ശരീരം ഭയങ്കര വേദന. എന്ത് പറ്റി? അതെ മമ്മേ, ഈ യാത്രാക്ഷീണം കൊണ്ടാ. പ്രായത്തിന്റെയും കാണും. അടങ്ങി ഒതുങ്ങി ഇരിക്കണ്ടേ? ഓട്ടവും ചാട്ടവും എല്ലാം ഒടിയാത്ത തന്നെ ഭാഗ്യം. വരൂ. ചോദിക്കട്ടെ, പരീക്ഷയൊക്കെ നന്നായി എഴുതിയോ? ഞാൻ പാസ്സാവും. അതെനിക്കറിയാം. ഇല്ലെങ്കിൽ നമുക്ക് പാസ്സാക്കാവുന്നേ. നിനക്കും വിഷമമൊന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല. പൊയ്ക്കോളൂ. മോനെ, നിനക്ക് വേണ്ടി അച്ഛൻ പണിയുന്ന നഴ്സിംഗ് ഹോമിന്റെ മിനിയേച്ചറാണ്. അടുത്ത വർഷം നീ MBBS പാസ്സാകും. അത് കഴിഞ്ഞ് നിന്നെ FRCS-നായി. പഠിത്തം കഴിഞ്ഞ് നീ മടങ്ങി വരുമ്പോ ഇതിന്റെ പണി പൂർത്തിയായിരിക്കും. രാജു, നിന്നെ ഒരു ഡോക്ടറാക്കുക എന്നതാണ് അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. രാജു, നിന്നെ 3 മാസം മുമ്പ് കോളേജിൽ നിന്ന് ഡീറ്റെയിൻ ചെയ്ത കാര്യം അറിഞ്ഞാലേ നിന്റെ അച്ഛന്റെ കാറ്റ് പോവും. മഹാഭാവി ചതിക്കല്ലേ, അങ്ങേര് അറിഞ്ഞ എന്നെ കൊല്ലും. ഞാൻ ഒന്നും പോയി. തുടച്ചോ കഴിഞ്ഞു. നിൽക്കേ. എന്താ പേര്? ശാരദ. രാജു, ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. അയക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കിയത്? രാവിലെ എനിക്ക് കഴിക്കാനേ
2 മുട്ട വേണം. എനിക്കും വേണം. തീർത്തി വെക്കാതെ 2 പേർക്കും തരും. ഇല്ലേ സാറേ? എനിക്ക് ഈ 2 മിനിറ്റ്സൊക്കെ 2 മിനിറ്റ് ചൂടുവെള്ളത്തിട്ട മുട്ട. എനിക്ക് കൂടുതൽ സമയം വേണം. പിന്നെ ഇഡലി. ഞാൻ അമ്മയോട് പറയാം. വേണ്ട.